നമസ്തേ. വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുന്നേ വരന്റെ മുന്നിലിട്ട് ബലാത്സംഗം. BJP നേതാവിനെ എൻകൗണ്ടർ ചെയ്ത് യോഗി പോലീസ്. അധികാരത്തിന്റെ തണലിൽ എന്ത് കൊടും ക്രൂരത ചെയ്താലും നിയമത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാമെന്ന വ്യാമോഹം യോഗി ആദിത്യനാഥ് എന്ന സന്യാസി ഭരിക്കുന്ന UP-യിൽ വേണ്ട എന്ന് ഉറപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. രാഷ്ട്രീയ കൊടികളുടെയോ പദവികളുടെയോ നിറം നോക്കാതെ ഇരയാക്കപ്പെട്ടവരുടെ കണ്ണീരിന് വില നൽകിയ ഉത്തർപ്രദേശ് പോലീസിന്റെ ധീരമായ ഇടപെടലിനാണ് ഇപ്പോൾ കയ്യടി ലഭിക്കുന്നത്. 2023 മെയ് മാസത്തിൽ ഉത്തർപ്രദേശിലെ ഫത്തേർപൂർ ജില്ലയിലുള്ള ഖാഗ പ്രദേശത്ത് നടന്ന സംഭവം മനുഷ്യ മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിക്കുന്നതായിരുന്നു. വിവാഹ സ്വപ്നങ്ങളുമായി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തയ്യാറെടുത്തിരുന്ന ഒരു പെൺകുട്ടിയെയും അവളുടെ പ്രതിശ്രുത വരനും യാത്ര ചെയ്യുന്നതിനിടയിലാണ് മനുഷ്യരൂപത്തിലുള്ള കുറച്ചു മൃഗങ്ങൾ അവരുടെ വഴി തടഞ്ഞത്. ആ പെൺകുട്ടിയുടെ വരനെ അവർ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിയിട്ടു. തുടർന്ന് ആ യുവാവിന്റെ കൺമുന്നിലിട്ട് ജീവിതസഖിയാക്കേണ്ടവളെ അവർ നിഷ്കരുണം കൂട്ടബലാത്സംഗം ചെയ്യുകയും ആ പൈശാചികത മുഴുവൻ മൊബൈൽ ഫോണിൽ പകർത്തി അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത് നിസ്സാരക്കാരനായിരുന്നില്ല. ഉത്തർപ്രദേശിലെ ഭരണകക്ഷിയായ BJPയുടെ യുവമോർച്ച മണ്ഡൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബബ്ലു സിംഗ് എന്ന ഭൂതായിരുന്നു ആ സംഘത്തിന്റെ തലവൻ. തന്റെ രാഷ്ട്രീയ സ്വാധീനവും പദവിയും ഉപയോഗിച്ച് ഈ കേസിൽ നിന്നും നിഷ്പ്രയാസം മൂരിപ്പോരാമെന്ന അഹങ്കാരമായിരുന്നു അവന്. പോലീസ് കേസെടുക്കാൻ മടിച്ചതോടെയാണ് പെൺകുട്ടിയും യുവാവും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കാണുന്നത്. നിങ്ങൾ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ നവദമ്പതികളെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. ഒരു പെൺകുട്ടിയുടെ കണ്ണീരിനു മുന്നിൽ പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലമോ സ്വാധീനമോ നോക്കാൻ പാടില്ല എന്നും ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ഉത്തർപ്രദേശ് പോലീസിന് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശം. സംഭവം പുറത്തറിഞ്ഞതോടെ ഒളിവിൽ പോയ ബബ്ലു സിംഗിനെ പിടികൂടാൻ UP പോലീസ് 1 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചു. സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും പോലീസും രാപ്പകലില്ലാതെ അവനായി വലവിരിച്ചു. ഒടുവിൽ നീതിയുടെ ആ രാത്രി വന്നെത്തി. പോലീസിനെ കണ്ണുവെട്ടിച്ച് കടന്നുകളയാൻ ശ്രമിച്ച ബബ്ലു സിംഗിനെ സായുധരായ പോലീസ് സംഘം വളഞ്ഞു. രക്ഷപ്പെടാനായി പോലീസിന് നേരെ തിരിഞ്ഞ ആ ക്രൂരന്റെ ഇരുകാലുകളിലേക്കും UP പോലീസിന്റെ തോക്കുകളിൽ നിന്നും വെടിയുണ്ടകൾ പാഞ്ഞുകയറി. അധികാരത്തിന്റെ ഹുങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം പിച്ചു ചീന്തിയവന്റെ അഹങ്കാരം ആ വെടിയുണ്ടകൾക്ക് മുന്നിൽ തകർന്നു വീണു. കാലുകളിൽ വെടിയേറ്റ് ചോരയൊലിപ്പിച്ച് നിലത്ത് വീണ അവനെയും ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന ലളിത്, യുവരാജ് സിംഗ് തുടങ്ങിയവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടാതെ പ്രതിക്ക് ഒളിവിൽ കഴിയാൻ സഹായം ചെയ്ത പ്രാദേശിക BJP മണ്ഡൽ പ്രസിഡന്റ് ജുക്കേഷ് സിംഗിനെയും പോലീസ് വെറുതെ വിട്ടില്ല. അയാളെയും ഉടനടി കസ്റ്റഡിയിലെടുത്തു. ഒരു സ്ത്രീയുടെ മാനത്തിന് വിലയിടാൻ അധികാരത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒരു പിൻബലവും മതിയാകില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. ഭരണപക്ഷത്തെ ഒരു നേതാവായിട്ട് പോലും തെറ്റ് ചെയ്തപ്പോൾ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ വെടിവെച്ച് വീഴ്ത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന പോലീസിന്റെ നടപടി ഓരോ സാധാരണക്കാരനും നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഇരകൾക്കൊപ്പം നിൽക്കാനും കുറ്റവാളികളെ മുഖം നോക്കാതെ നേരിടാനുമുള്ള ഈ ഇച്ഛാശക്തിയാണ് ഏതൊരു ഭരണാധികാരിക്കും ആവശ്യം. ഹിന്ദു രക്ഷാ